ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ചും അതുപോലെ വേവ് നേച്ചറിനെ കുറിച്ചും ഒക്കെയാണ് പഠിച്ചത്. പാർട്ടിക്കിൾ നേച്ചർ അല്ലെങ്കിൽ കോർപ്പസ്കുലർ തിയറി ബേസ് ചെയ്തിട്ടുള്ള ഓപ്റ്റിക്സ് ആണ് റേ ഓപ്റ്റിക്സ്. ഇപ്പോൾ ഈ കോർപ്പസ്കുലർ തിയറി ഉപയോഗിച്ച് നമുക്ക് ലൈറ്റ് എക്സിബിറ്റ് ചെയ്യുന്ന റിഫ്രാക്ഷൻ തുടങ്ങിയ ഫിനോമിനൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇൻഡിഫറൻസ്, ഡിഫ്രാക്ഷൻ തുടങ്ങിയ ഫിനോമിനൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കോർപ്പസ്കുലർ തിയറി പരാജയപ്പെട്ടപ്പോഴാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ലൈറ്റിൻ്റെ വേവ് നേച്ചർ പ്രൊപ്പോസ് ചെയ്തത്. അതുപോലെ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് എന്ന് ഹെർട്സും അതുപോലെ മാക്സ്വെൽ തുടങ്ങിയ സയൻറ്റിസ്റ്റുകളും ഒക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നേച്ചർ ഉപയോഗിച്ച് നമുക്ക് ലൈറ്റിൻ്റെ ഇൻഡിഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ തുടങ്ങിയ ഫിനോമിനൻസ് ഒക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു. പക്ഷെ പിന്നീട് കണ്ടെത്തിയ ചില ഫിനോമിനൻസ് ലൈക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ക്രോംപ്റ്റൺ എഫക്റ്റ്, രാമൻ എഫക്റ്റ് ഇങ്ങനെയുള്ള ഫിനോമിനൻസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിക്കോ അല്ലെങ്കിൽ വേവ് തിയറിക്കോ സാധിച്ചില്ല. അങ്ങനെ ലൈറ്റിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായിട്ട് ഹെർട്സ് എന്ന സയൻറ്റിസ്റ്റാണ് കണ്ടെത്തിയത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. മെറ്റൽ സർഫസിലേക്ക് പൊട്ടാസ്യം, സീസിയം പോലുള്ള മെറ്റൽ സർഫസുകളിൽ വിസിബിൾ ലൈറ്റ് വീഴുമ്പോൾ അവിടെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനനാണല്ലോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എങ്ങനെ നടക്കുന്നു, അതുപോലെ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേവ് തിയറി ഉപയോഗിച്ച് സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ലൈറ്റിൻ്റെ ഡ്യുവൽ നേച്ചർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരിക. ഇപ്പോൾ ലൈറ്റിൻ്റെ ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരേ സമയം പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്യുവൽ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ക്വാണ്ടം തിയറിയും ഒക്കെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി നിങ്ങൾക്കറിയാം. അപ്പോൾ ലൈറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫ്ലോ ഓഫ് ഫോട്ടോൺസ് എന്നല്ലേ. ഇപ്പോൾ ഫോട്ടോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ബോത്ത് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ. ഇപ്പോൾ ലൈറ്റിൻ്റെ ഈ ഒരു ഡ്യുവൽ നേച്ചർ അല്ലെങ്കിൽ ക്വാണ്ടം തിയറി അതുപയോഗിച്ച് പിന്നീട് ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അതുപോലെ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റിൻ്റെ ഈ ഒരു ഡ്യുവൽ നേച്ചർ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻ, അതുപോലെ പിന്നീട് ഡി ബ്രോഗ്ലി എന്ന സയൻറ്റിസ്റ്റ് മാറ്റർ പാർട്ടിക്കിൾസിനും ഈ ഒരു ഡ്യുവൽ നേച്ചറുണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്തു, അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ മാറ്റർ പാർട്ടിക്കിൾസിൻ്റെ വേവ് ലെങ്തിനുള്ള ഇക്വേഷൻ, അതായത് ഡി ബ്രോഗ്ലി വേവ് ലെങ്തിനുള്ള ഇക്വേഷനും അദ്ദേഹം ഡിറൈവ് ചെയ്തു. പിന്നീട് ഈ ഇക്വേഷൻസ് അതുപോലെ മാറ്ററിൻ്റെ ഡ്യുവൽ നേച്ചർ എന്നുള്ള കൺസെപ്റ്റ് ശരിയാണ് എന്ന് ഡേവിസൺ, ജർമർ തുടങ്ങിയ സയൻറ്റിസ്റ്റുകളുടെ എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് പ്രൂവ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടത്തിയ എക്സ്പെരിമെൻറ്റ്സ്, അതുപോലെ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അതിന് ഐൻസ്റ്റീൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ മാറ്ററിൻ്റെ വേവ് നേച്ചർ എന്നുള്ള കൺസെപ്റ്റ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നുള്ള കൺസെപ്റ്റ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്തിനുള്ള ഇക്വേഷൻ, അതുപോലെ ഡേവിസൺ, ജർമർ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് മാറ്റർ പാർട്ടിക്കിൾസിൻ്റെ വേവ് നേച്ചർ പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സും ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനും ഐൻസ്റ്റീൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആദ്യത്തെ ടോപ്പിക്, അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്, അതിൻ്റെ ലോസ്, അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ് എന്ന് നോക്കാം. അതിനു മുമ്പ് മെറ്റൽസിൻ്റെ സർഫസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മെറ്റൽ സർഫസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ സർഫസിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണല്ലോ. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുക? യഥാർത്ഥത്തിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഓരോ ആറ്റത്തിൻ്റെയും
വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസാണ്. ഈ വാലൻസ് ഷെല്ലിലുള്ള ഏറ്റവും പുറത്തെ ഷെല്ലിലുള്ള ഈ ഇലക്ട്രോൺസിന് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അവയ്ക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താനും, അതുപോലെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ ആറ്റത്തോടും ഏറ്റവും വാലൻസ് ഷെല്ലിനും പുറമേയുള്ള ഒരു ബാൻഡാണ് കണ്ടക്ഷൻ ഷെല്ല്. അപ്പോൾ ഈ കണ്ടക്ഷൻ ഷെല്ല് എന്ന് അതായത് ഓരോ ആറ്റത്തിൽ നിന്നും അല്പം വിട്ട് ഈ ഇലക്ട്രോണുകൾക്ക്, കണ്ടക്ഷൻ ഇലക്ട്രോണുകൾക്ക് ആറ്റങ്ങളുടെ ഇടയ്ക്കുള്ള ഫ്രീ സ്പേസിൽ കൂടി ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുക. ഈ ഇലക്ട്രോൺസ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ ആ സ്വന്തം ആറ്റത്തിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് മൂവ് ചെയ്ത് അല്പം മാറി മെറ്റൽ സർഫസിൽ കൂടി ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുക. പക്ഷെ അവയ്ക്ക് മെറ്റൽ സർഫസിൽ നിന്ന് ഫ്രീ ആകാനായിട്ട് സാധിക്കുകയില്ല. കാരണം മെറ്റൽ സർഫസിനോട് അവ അറ്റാച്ച്ഡ് ആണ്. ഒരു ഇലക്ട്രോൺ മെറ്റൽ സർഫസിൽ നിന്ന് പോയാൽ അത് ആറ്റത്തെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ആ ആറ്റം പോസിറ്റീവ് ചാർജ് ആകും. അങ്ങനെ ഈ മെറ്റൽ സർഫസിൽ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ പോയ ഇലക്ട്രോണിനെ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ തിരിച്ച് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ടൊരു ഫ്രീ ഇലക്ട്രോണിന് ഒരിക്കലും മെറ്റൽ സർഫസ് വിട്ട് പുറത്തു പോകാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ആറ്റത്തിലുണ്ടാകുന്ന ആ പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ തക്ക ഒരു എനർജി ഇലക്ട്രോൺസ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് ഈ മെറ്റൽ സർഫസ് വിട്ട് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സഫിഷ്യൻറ്റ് എനർജി കിട്ടുന്ന ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ഫിനോമിനനാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഒരു മെറ്റൽ സർഫസ് നിന്ന് ഒരു ഫ്രീ ഇലക്ട്രോണിന് ജസ്റ്റ് എമിറ്റ് ചെയ്യപ്പെടാൻ ഒരു മിനിമം എനർജി വേണം. ഈ എനർജിയെയാണ് നമ്മൾ ആ മെറ്റൽ സർഫസിൻ്റെ വർക്ക് ഫങ്ഷൻ എന്ന് പറയുക. നിങ്ങൾ കെമിസ്ട്രിയിൽ വർക്ക് ഫങ്ഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് അത് ഒന്ന് ഓർക്കുക. അപ്പോൾ എന്താണ് വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? വർക്ക് ഫങ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ദ മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഇപ്പോൾ ഇവിടെ ചില മെറ്റൽസിൻ്റെ വർക്ക് ഫങ്ഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സീസിയം ആറ്റത്തിൻ്റെ വർക്ക് ഫങ്ഷൻ 2.14 ഇലക്ട്രോണോൾട്ട് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സീസിയം ആറ്റത്തിൻ്റെ മെറ്റൽ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസിലെ ഏറ്റവും എനർജറ്റിക് ആയ ഇലക്ട്രോണിന് നമ്മൾ 2.14 ഇലക്ട്രോണോൾട്ട് എക്സ്ട്രാ എനർജി കൊടുത്താൽ അത് ഈ ആറ്റത്തിൻ്റെ സർഫസിലുണ്ടാകുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്ത് മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ സീസിയം ആറ്റത്തിൽ നിന്ന് ഏറ്റവും എനർജറ്റിക്കായ ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിക്കാൻ മിനിമം 2.14 ഇലക്ട്രോണോൾട്ട് എനർജി കൊടുക്കണം. അതിൽ കൂടിയ എനർജി കൊടുത്താലും കുഴപ്പമില്ല. ഇത് കുറഞ്ഞ എനർജിയാണ് കൊടുക്കുന്നുള്ളൂ എങ്കിൽ ഇലക്ട്രോൺ ഒരിക്കലും സർഫസ് വിട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുപോലെ പൊട്ടാസ്യത്തിന് അത് 2.3 ഇലക്ട്രോണോൾട്ടാണ്. അലുമിനിയത്തിന് 4.28 ഇലക്ട്രോണോൾട്ടാണ്. ഇറ്റ് ഈസ് എ ഹൈ എമൗണ്ട് ഓഫ് എനർജി. പ്രാക്ടിക്കലായിട്ട് നമുക്ക് അത്രയും ഹൈ എനർജി മെറ്റൽ സർഫസിൽ കൊടുക്കാനായിട്ടുള്ള മെത്തേഡ്സ് ഇല്ല. അതുകൊണ്ട് അലുമിനിയം, പ്ലാറ്റിനം ഒക്കെ പോലുള്ള മെറ്റൽ സർഫസുകളിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഫ്രീ ആക്കുക എത്ര എളുപ്പമല്ല. പക്ഷേ പൊട്ടാസ്യം, സീസിയം പോലുള്ള എലമെൻസിൽ വിസിബിൾ ലൈറ്റ് വീണാൽ തന്നെ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ സോ വി ക്യാൻ ഡിഫൈൻ വർക്ക് ഫങ്ഷൻ ലൈക്ക് ദിസ്. നിങ്ങൾ ഈ ഡെഫിനിഷൻ എഴുതി പഠിക്കണം. അതുപോലെ ചില മെറ്റൽസിൻ്റെ എങ്കിലും വർക്ക് ഫങ്ഷൻ്റെ വാല്യൂ അറിയണം. ടെക്സ്റ്റിൽ കുറേ എലമെൻസിൻ്റെ വർക്ക് ഫങ്ഷൻ തന്നിട്ടുണ്ട് ടേബിളിൽ, അതൊന്ന് നോക്കി മനസ്സിലാക്കുക. സോ ഹൗ വിൽ യു ഡിഫൈൻ വർക്ക് ഫങ്ഷൻ? വർക്ക് ഫങ്ഷൻ ഓഫ് എ മെറ്റൽ ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ദ മോസ്റ്റ് എനർജറ്റിക് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. What do you mean by saying the work function of potassium is 2.3 electron volt? എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് us write like this. The minimum energy required to liberate the most energetic electron from the surface of potassium metal is 2.3 electron volt. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ മെറ്റലിനും ഓരോ
വർക്ക് ഫങ്ഷൻ വാല്യൂ ഉണ്ട്. ആ ഒരു വർക്ക് ഫങ്ഷന് തുല്യമായ മിനിമം എനർജി എങ്കിലും മെറ്റൽ സർഫസിൽ കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണിനെ സർഫസിൽ നിന്ന് നമുക്ക് ഫ്രീ ആക്കാനായിട്ട് സാധിക്കൂ. ഇനി ഈ ഇലക്ട്രോൺ എമിഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അതായത് ലൈറ്റ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് ഒക്കെ പോലുള്ള റേസ് മെറ്റൽ സർഫസിൽ വീഴിച്ച് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന ഫിനോമിനൻ. മറ്റു ചില മെത്തേഡ്സ് കൂടിയുണ്ട്, അതുകൂടി ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് തെർമിയോണിക് എമിഷൻ. അപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് തെർമിയോണിക് എമിഷൻ വഴി ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആ മെറ്റലിന് നമ്മൾ സഫിഷ്യൻറ്റ് ടെമ്പറേച്ചർ വരെ ഹീറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ ഒരു മെറ്റൽ സർഫസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ മെറ്റൽ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയും അത് വർക്ക് ഫങ്ഷനേക്കാൾ കൂടുതലായ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാം. ഇങ്ങനെയുള്ള എമിഷനെയാണ് തെർമിയോണിക് എമിഷൻ എന്ന് പറയുക. ഇനി രണ്ടാമത്തെ ഒരു എമിഷനാണ് ഫീൽഡ് എമിഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെറ്റൽ സർഫസിൽ നമ്മൾ സ്ട്രോങ് ആയ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ ആറ്റത്തിൽ അല്ലെങ്കിൽ മെറ്റൽ സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസിൽ അതൊരു ഫോഴ്സ് കൊടുക്കുകയും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കൊടുക്കുകയും ഇലക്ട്രോൺസിനെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് പുള്ള് ചെയ്തെടുക്കുന്ന ആ ഒരു തരത്തിലുള്ള എമിഷനെയാണ് ഫീൽഡ് എമിഷൻ എന്ന് പറയുക. ഇനി മൂന്നാമതൊരു തരം എമിഷനാണ് സെക്കൻഡറി എമിഷൻ. ഇവിടെ നമ്മൾ മെറ്റൽ സർഫസിലേക്ക് ഹൈ വെലോസിറ്റി ഉള്ള ഒരു ഇലക്ട്രോൺ ബീം സ്ട്രൈക്ക് ചെയ്യിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻസിഡൻറ്റ് ബീം ഓഫ് ഇലക്ട്രോൺസ് ഹൈ എനർജി ഉള്ളതായതുകൊണ്ട് അവയിൽ നിന്ന് ഫ്രീ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യുകയും അങ്ങനെ അബ്സോർബ് ചെയ്ത മെറ്റൽ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് മറ്റൊരു ബീമായിട്ട് എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇൻസിഡൻറ്റ് ചെയ്ത ഇലക്ട്രോൺ ബീം എനർജി കുറഞ്ഞ ഒരു ബീമായിട്ടും എമിറ്റ് ചെയ്യപ്പെടാം. അപ്പം അങ്ങനെയുള്ള എമിഷനെയാണ് നമ്മൾ സെക്കൻഡറി എമിഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ടൈപ്പാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഇതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താണെന്ന്. ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് when electromagnetic waves of suitable frequency is incident on the surface. That is photoelectric emission. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ആണെങ്കിൽ വിസിബിൾ ലൈറ്റ് മതിയാവും. ഹൈ ഫ്രീക്വൻസി ഉള്ള വയലറ്റ് ബ്ലൂ കളറിലുള്ള ലൈറ്റ് കൊണ്ട് നമുക്ക് സീസിയം പൊട്ടാസ്യം പോലുള്ള മെറ്റൽസിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്താൻ പറ്റും. പക്ഷെ അതിനേക്കാൾ കൂടിയ വർക്ക് ഫങ്ഷനുള്ള മെറ്റൽസിലാണെങ്കിൽ വിസിബിൾ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അതിനേക്കാൾ എനർജി കൂടിയ അൾട്രാവയലറ്റ് റേസ്, എക്സ്റേസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുക. ഇപ്പോൾ ലൈറ്റ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഓരോ മെറ്റൽ സർഫസിൻ്റെയും വർക്ക് ഫങ്ഷൻ അനുസരിച്ച് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫിനോമിനയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത്. ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഹെൻറി ഹേർട്സ് എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നുള്ള ഫിനോമിനൻ കണ്ടെത്തിയത്. അതിനുശേഷം ഹേർട്സും ലിനാർഡും ചേർന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ചില എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ഈ എക്സ്പെരിമെൻറ്റുകളും ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഡെഫിനേഷൻ എഴുതി പഠിക്കണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽസ് when an electromagnetic radiation of suitable frequency is incident on the surface. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അല്പം കാണാം. Photoelectric effect. In 1887, Hertz discovered photoelectric effect while studying emission of electromagnetic waves by spark discharge. He observed that if cathode is irradiated with ultraviolet radiations, spark of high voltage passes through the gap between the electrodes. In 1888, Hall Watches further developed this idea. He
He observed that when negatively charged zinc plate with an electroscope is irradiated with ultraviolet light, negative charge on the plate decreased. If neutral plate was used, it became positive, and a positive plate more positive. He concluded that under the effect of ultraviolet light, negatively charged particles are emitted by the plate and called them photoelectrons. When light of ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുകയും ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കണ്ടക്ട് ചെയ്യുകയും ചെയ്തത് ഹെർട്സ് ലിനാർഡ് എന്നീ സയൻറ്റിസ്റ്റുകൾ ചേർന്നിട്ടാണ്. അതിനായി അവരുപയോഗിച്ച എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ ഒരു സിമ്പിൾ ഫിഗറാണ് ഇവിടെ തന്നിരിക്കുക. ഇപ്പോൾ ഇവിടെ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് നമുക്കൊരു ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള സ്ഫെറിക്കൽ ഗ്ലാസ് ബൾബിനുള്ളിൽ ഒരു കാഥോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാഥോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സീസിയം അല്ലെങ്കിൽ പൊട്ടാസ്യം പോലുള്ള ഏതെങ്കിലും ആൽക്കലി മെറ്റൽസാണ്, വർക്ക് ഫങ്ഷൻ കുറഞ്ഞ ആൽക്കലി മെറ്റൽസാണ്. അതിൻ്റെ ഒരു ഷീറ്റാണ് കാഥോഡായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ ആനോഡായിട്ട് നമ്മൾ മറ്റൊരു മെറ്റൽ യൂസ് ചെയ്യുന്നു. ആനോഡ് ഇവിടെ പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ് കൊടുക്കേണ്ടത്. ബാറ്ററിയുടെ നെഗറ്റീവ് കാഥോഡിനോടും ബാറ്ററിയുടെ പോസിറ്റീവ് ആനോഡിനോടും കണക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ഗ്ലാസ് വിൻഡോ അല്ലെങ്കിൽ ക്വാർട്സ് വിൻഡോ നമ്മൾ അപ്ലൈ ചെയ്യും. അൾട്രാവയലറ്റ് ലൈറ്റാണ് യൂസ് ചെയ്യണമെങ്കിൽ ക്വാർട്സ് ലൈറ്റ് വിൻഡോ യൂസ് ചെയ്യണം. വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ ഗ്ലാസ് വിൻഡോ ആയാലും മതി. ആ വിൻഡോയിൽ കൂടി നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കാഥോഡിലേക്ക് വീഴിക്കുന്നു. അങ്ങനെ കാഥോഡിൽ മെറ്റൽ സർഫസിൽ ഈ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ UV റേസ് വീഴുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ പോസിറ്റീവ് ചാർജുള്ള ആനോഡ് അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആനോഡ് നെഗറ്റീവ് ചാർജുള്ളതാകും. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട കാഥോഡ് പോസിറ്റീവ് ചാർജുള്ള, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പോസിറ്റീവും നെഗറ്റീവും. ഇനി ഈ ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ഫോളോ ചെയ്യുകയും ചെയ്യും. അതുപോലെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജ് അക്യൂർ ചെയ്ത കാഥോഡിലേക്ക് ഫ്ലോ ചെയ്ത് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂട്രലായിട്ട് കീപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് ഇതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുകയും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഈ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇതാണ് ഹെർട്സ് ലിനാർഡ് യൂസ് ചെയ്ത എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇനി ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമുക്ക് ഈ ഫിഗറിലുണ്ട്. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലും തന്നിരിക്കുന്ന ഫിഗർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള ഈ ഗ്ലാസ് ട്യൂബ്, അതിനുള്ളിൽ ഒരു കാഥോഡ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ പ്ലേറ്റാണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള വർക്ക് ഫങ്ഷൻ കുറഞ്ഞ മെറ്റൽ പ്ലേറ്റ്. അതുപോലെ ആനോഡായിട്ട് മറ്റൊരു മെറ്റൽ പ്ലേറ്റും യൂസ് ചെയ്യുന്നു. ആനോഡ് ഈസ് ഗിവൺ പോസിറ്റീവ് ചാർജ് ആൻഡ് കാഥോഡ് ഈസ് ഗിവൺ എ നെഗറ്റീവ് ചാർജ്. ഇനി visible light is allowed to fall on the cathode through this quartz window or glass window. Electrons are emitted from the cathode. They are attracted by the anode and these electrons flows to the external circuit and the current can be measured using a microammeter connected in this experimental setup. അതുപോലെ ആനോഡിനും കാഥോഡിനും കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേരി ചെയ്യിക്കാനായിട്ട് നമുക്കിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം. ഇതുപയോഗിച്ച് നമുക്ക് ആനോഡിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വേരി ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ആനോഡിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യലും മെഷർ ചെയ്യാനായിട്ട് ആനോഡിനോട് പാരലലായിട്ട് നമുക്കൊരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഉപയോഗിച്ച് ഇവർ ഒരു 4 എക്സ്പെരിമെൻറ്റുകളാണ് മെയിനായിട്ട് ചെയ്തത്. ഈ എക്സ്പെരിമെൻറ്റുകളുടെ റിസൾട്ട്സാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ലോസായിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഹെർട്സ് ലിനാർഡ് സ്റ്റഡി ചെയ്തത് ദ വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്.
അതായത് നമ്മൾ ഇൻസിഡൻറ്റ് ചെയ്യിക്കുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വേരി ചെയ്യിച്ചുകൊണ്ട് ഓരോ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്നു. പിന്നീട് ഇൻറ്റൻസിറ്റി മാറ്റി എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കറണ്ട് മെഷർ ചെയ്യുന്നു അങ്ങനെ. പക്ഷേ ഇവിടെ നമ്മൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ ആനോഡ് പൊട്ടൻഷ്യലും കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. സോ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ആനോഡ് പൊട്ടൻഷ്യൽ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ആനോഡ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചു, അതുപോലെ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചു. ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ബ്ലൂ ലൈറ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും ബ്ലൂ ലൈറ്റ് യൂസ് ചെയ്യുന്നു, യെല്ലോ ലൈറ്റ് ആണെങ്കിൽ എപ്പോഴും യെല്ലോ ലൈറ്റ് തന്നെ യൂസ് ചെയ്യുന്നു അങ്ങനെ. അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റ് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള അൾട്രാ വയലറ്റ് തന്നെ യൂസ് ചെയ്യുന്നു എപ്പോഴും. ഇപ്പോൾ ഏതൊരു ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് അത് ആദ്യം തൊട്ട് അവസാനം വരെ അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുക. പക്ഷേ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ വേരി ചെയ്യിക്കുന്നു. ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്സാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളൊരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വീഴിക്കുന്നു. ആ സമയത്ത് ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈ മൈക്രോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. അതിനുശേഷം ഈ ലൈറ്റ് മാറ്റി ഇൻറ്റൻസിറ്റി കൂടിയ മറ്റൊരു ലൈറ്റ് യൂസ് ചെയ്യുന്നു. ആ ലൈറ്റ് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിൻ്റെ അളവ് മെഷർ ചെയ്യുന്നു. ഇങ്ങനെ പല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് യൂസ് ചെയ്ത് ഓരോ സമയത്തും ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്യുക ഫ്രീക്വൻസി ആൻഡ് ആനോഡ് പൊട്ടൻഷ്യൽ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് മെഷേർഡ് ബൈ വേരിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതിനുശേഷം അവരൊരു ഗ്രാഫ് വരച്ചു. ഇൻറ്റൻസിറ്റി എക്സ് ആക്സിസിലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വൈ ആക്സിസിലും എടുത്ത് അന്നേരം കിട്ടിയ ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുക. ദേ ഒബ്റ്റെയിൻഡ് എ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആൻഡ് വാട്ട് ഡസ് ദ ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ്. ഇവിടെ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ഇതാണ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും കൂടുന്നു. സോ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ് വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ or photoelectric current is directly proportional to intensity of incident radiation when frequency and anode potential is kept constant. ഇതാണ് അവർക്ക് കിട്ടിയ റിസൾട്ട്. ഈ റിസൾട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ഫസ്റ്റ് ലോ ആയിട്ടും വരിക. സോ ഫസ്റ്റ് ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ വെൻ ഫ്രീക്വൻസി ആൻഡ് ആനോഡ് പൊട്ടൻഷ്യൽ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ കാണാം. The experimental study of the photoelectric effect. The experimental arrangement to study the photoelectric effect is shown in the figure. It consists of two electrodes in an evacuated tube. The ultraviolet rays entering quartz window are incident on the photosensitive surface C, known as cathode. Collector A is kept at different positive or negative voltage and respect to C with the help of a potential divider, and PD between the electrodes is measured by a voltmeter V. The photocurrent can be measured with the help of microammeter. Quartz window is used as glass in opaque to ultraviolet light. The photoelectric effect can be studied with reference to the frequency and intensity of the incident light, number of photoelectrons emitted, and their maximum energy. When proper positive potential is applied to collector A, all the photoelectrons are attracted towards it, and the maximum current recorded by the microammeter gives an idea of the number of photoelectrons. Effect of intensity of light on photocurrent. With collector plate at fixed positive potential and
keeping the frequency of the incident radiation constant, the intensity of incident light is varied and corresponding photocurrent is noted. The variation of photocurrent with intensity of incident radiation is as shown in the graph. It is a straight line indicating linear variation and implies that number of photoelectrons emitted per second is directly proportional to the intensity of incident light. ഇനി നമുക്ക് സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റും ആനോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള വേരിയേഷൻ സ്റ്റഡി ചെയ്യുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഹെർട്സ് ലിനാർഡ് ചെയ്തത് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചു. ലൈറ്റിൻ്റെ സോഴ്സ് ഒരിക്കലും മാറ്റുന്നില്ല. എന്നിട്ട് ആനോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യിച്ചു. നമുക്കിവിടെ ഒരു റിയോസ്റ്റാറ്റോ ഒക്കെ യൂസ് ചെയ്യാം. ആ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം ആനോഡിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ നമുക്ക് വേരി ചെയ്യിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഓരോ ആനോഡ് പൊട്ടൻഷ്യലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് മെഷർ ചെയ്യുന്നു അമീറ്റർ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്. ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് and anode potential is varied and photoelectric current is measured at every value of anode potential. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. എക്സ് ആക്സിസിൽ ആനോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജും വൈ ആക്സിസിൽ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റും എടുത്തുകൊണ്ടാണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആനോഡ് പൊട്ടൻഷ്യൽ ഒരു ലോ വാല്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കരുതുക. എന്നിട്ട് അന്നേരമുള്ള ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് മെഷർ ചെയ്തു. പിന്നീട് ആനോഡ് പൊട്ടൻഷ്യൽ കൂട്ടിക്കൊടുക്കുക. ആനോഡ് പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റും അല്പാൽപ്പം കൂടുന്നു. ചെറിയൊരു വേരിയേഷനാണ് ഉള്ളത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആനോഡ് പൊട്ടൻഷ്യൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എത്തുമ്പോൾ കറണ്ടിൻ്റെ അളവ് പിന്നീട് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആകും. അതായത് ആനോഡ് പൊട്ടൻഷ്യൽ കൂട്ടിയാലും കറണ്ട് കൂടുന്നില്ല. സോ ദ കറണ്ട് അക്വയർസ് എ സാച്ചുറേഷൻ എഫക്റ്റ് or saturation current is attained. പിന്നീട് അവർ ചെയ്തത് ആനോഡ് പൊട്ടൻഷ്യൽ കുറച്ച് കൊണ്ടുവന്നു. അപ്പോഴും ഈ സാച്ചുറേഷൻ കറണ്ട് എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റൻ്റ്. പക്ഷേ ഈ ഒരു ഇതിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ കുറയ്ക്കുമ്പോഴേക്കും കറണ്ടിൻ്റെ വാല്യൂയും അല്പം കുറഞ്ഞു വരുന്നു. എന്നിട്ട് ആനോഡ് പൊട്ടൻഷ്യൽ 0 ആക്കുന്നു. ആനോഡ് പൊട്ടൻഷ്യൽ 0 ആവുമ്പോൾ കറണ്ട് 0 ആകുന്നില്ല. ആനോഡ് പൊട്ടൻഷ്യൽ 0 ആണെങ്കിലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട് എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആവുന്നൊരു കാര്യം എന്താ, ആനോഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ ആനോഡിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ എന്നാണ്. ഈ ആനോഡ് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സും കൂടും. അപ്പോൾ അതിനനുസരിച്ച് കറണ്ട് കൂടുന്നു എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോൾ പെർ സെക്കൻഡിൽ ആനോഡിലെത്തുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു എന്നാണല്ലോ. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോൾ കൂടുതൽ ഇലക്ട്രോണുകൾക്ക് ആനോഡിലേക്ക് എത്താൻ പറ്റുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് കറണ്ട് കൂടുന്നില്ല, സാച്ചുറേഷൻ ആകുന്നു. അതിൻ്റെ മീനിങ് എന്താണ്? ഒരു ലിമിറ്റിലെത്തി, അതായത് ആനോഡ് പൊട്ടൻഷ്യൽ ആ ഒരു വാല്യൂവിൽ എത്തിയപ്പോഴേക്കും ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഇലക്ട്രോൺസും ആനോഡിലെത്തി. അപ്പോഴാണ് കറണ്ട് സാച്ചുറേറ്റഡ് ആയത്. പിന്നീട് കറണ്ട് കൂടുന്നില്ല. അതായത് ഓരോ സെക്കൻഡിലും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം അപ്പോൾ തന്നെ ആനോഡിൽ എത്തുന്ന ഒരവസ്ഥ വന്നാൽ പിന്നെ അതിൽ കൂടുതൽ കറണ്ട് കൂടുന്നില്ല. പക്ഷെ ആനോഡ് പൊട്ടൻഷ്യൽ കുറയുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു, അപ്പോൾ കറണ്ട് കുറയുന്നു അല്ലേ. അപ്പോൾ കറണ്ട് കുറയുന്നതിന് കാരണം എന്താ? എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം ആനോഡിൽ എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ കുറേ ഇലക്ട്രോൺസ് എത്തുന്നു, പക്ഷെ കുറച്ച് പേർക്ക് എത്താൻ സാധിക്കുന്നില്ല, കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞാത്തതുകൊണ്ട്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുമ്പോൾ കുറച്ച് പേർക്ക് എത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അവയ്ക്ക് എനർജി കുറവുള്ളത് കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ എനർജി കുറവുള്ള ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. എനർജി കൂടിയ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ആർ നോട്ട് എമിറ്റഡ് വിത്ത് ദ സെയിം എനർജി. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു കൺക്ലൂഷൻ. സം ഹാവ് ലെസ് എനർജി, സം ഹാവ് ഹൈ എനർജി. അപ്പോൾ ഹൈ എനർജിയുള്ള ഇലക്ട്രോൺസിന്
ആനോഡ് പൊട്ടൻഷ്യൽ വളരെ കുറവാണെങ്കിലും ആനോഡിലേക്ക് തനിയെ എത്താൻ പറ്റും. അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ 0 ആകുമ്പോഴും കറണ്ട് ഉള്ളത്. പൊട്ടൻഷ്യൽ 0 എന്ന് പറഞ്ഞാൽ ആനോഡ് ന്യൂട്രലായി എന്ന അർത്ഥം. അപ്പം ന്യൂട്രലായ ആനോഡിൽ എന്തെത്തുന്നുണ്ട്? കുറേ ഇലക്ട്രോൺസ് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് കാണിക്കുന്നത്. അങ്ങനെ ആ ഇലക്ട്രോൺസിന് എമിറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ എനർജി കൊണ്ട് തന്നെ അവയ്ക്ക് ആനോഡിലെത്താൻ സാധിക്കും. അപ്പോൾ സം ഇലക്ട്രോൺസ് ഹാവ് ഗ്രേറ്റർ എനർജി ആൻഡ് സം ഹാവ് ലെസ് എനർജി. ഈ ഗ്രേറ്റർ എനർജിയുള്ള ഇലക്ട്രോൺസിന് ആനോഡ് അട്രാക്റ്റ് ചെയ്യാതെ തന്നെ ആനോഡിലെത്താൻ സാധിക്കുന്നു, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ലെസ് എനർജിയുള്ള ഇലക്ട്രോൺസിന് ആനോഡ് അട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് ആനോഡിലെത്താനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് ആനോഡ് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ കറണ്ടിൻ്റെ അളവ് കൂടുന്നത്. ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ. ഇനി നമുക്കിതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാം. ഹെർട്സ് ലിനാർഡ് ചെയ്ത മറ്റൊരു കാര്യം, ആനോഡ് പൊട്ടൻഷ്യൽ 0 ആയപ്പോഴും കറണ്ട് ഉണ്ടെന്ന് കണ്ടപ്പോൾ അവർ ഈ ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്കി കൊടുത്തു. അതായത് ഇവിടെ കണക്ഷൻ നേരെ തിരിച്ചു കൊടുത്ത ഒരു എഫക്റ്റ്, ആനോഡിനൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. അങ്ങനെ ആനോഡിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ ആനോഡ് എന്ത് കൊടുക്കും? റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കും ഇലക്ട്രോൺസിന്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാം അപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. ആനോഡിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ കുറഞ്ഞു, പക്ഷെ 0 ഒന്നും ആയില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ റിപ്പൾസീവ് ഫോഴ്സിനെ അതിജീവിച്ച് ഇപ്പോഴും കുറേ ഇലക്ട്രോൺസ് എവിടെ എത്തുന്നു? ആനോഡിലെത്തും. കുറച്ച് പേർക്ക് എത്താൻ സാധിക്കുന്നില്ല റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് കറണ്ട് കുറയുന്നുണ്ട്, പക്ഷെ കറണ്ട് ഉണ്ട്. അതിന് കാരണം ഈ റിപ്പൾസീവ് ഫോഴ്സിനെയും ഓവർകം ചെയ്യുന്ന ഒരു കൈനറ്റിക് എനർജിയുള്ള കുറേ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ആനോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് വാല്യൂ കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ കറണ്ടിൻ്റെ അളവ് പയ്യെ പയ്യെ കുറഞ്ഞു വരുന്നു. അതായത് ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോൺസിന് മാത്രമേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. കുറച്ചൊക്കെ എനർജി കുറഞ്ഞവർക്ക് എത്താൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നു. അങ്ങനെ വന്ന് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്നത് ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ കറണ്ട് 0 ആയി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പോലും ആനോഡിൽ എത്തിയില്ല എന്നാണ് മീൻ ചെയ്യുക. അപ്പോൾ ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോൺ പോലും ആനോഡിൽ എത്താത്ത വിധത്തിൽ നമ്മളവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, ഹൈ പൊട്ടൻഷ്യൽ കൊടുത്തു. അപ്പോൾ കറണ്ട് 0 ആയി എന്ന് പറഞ്ഞാൽ ആരും ഇപ്പോൾ ആനോഡിൽ എത്തിയില്ല എന്നാണ്. അപ്പോൾ ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോണിൻ്റെ എനർജിക്ക് തുല്യമായ ഒരു റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കാൻ നമ്മളിവിടെ കൊടുത്ത ഈ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെയാണ് നമ്മളിതിൻ്റെ ഈ മെറ്റൽ സർഫസിൻ്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തപ്പോൾ ആ പൊട്ടൻഷ്യൽ ഇലക്ട്രോണിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ഇവിടെ എമിറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിലെ ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക് തുല്യമായപ്പോഴാണ് കറണ്ട് 0 ആയത്. So we can see that the value of negative potential at which photoelectric current becomes 0 is called stopping potential or cutoff potential. And the maximum kinetic energy of the photoelectron is equal to EV0. V0 ആണ് നമ്മൾ കൊടുത്ത നെഗറ്റീവ് പൊട്ടൻഷ്യൽ എങ്കിൽ ഈ ചാർജുള്ള ഇലക്ട്രോണിൽ V0 പൊട്ടൻഷ്യൽ ചെയ്യുന്ന വർക്കാണ് ഈ V0. ഈ ഒരു നെഗറ്റീവ് വർക്ക് ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയപ്പോഴാണ് കറണ്ട് 0 ആയത്. അപ്പോൾ അങ്ങനെ എമിറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിലെ ഏറ്റവും എനർജി കൂടിയ ഇലക്ട്രോണിൻ്റെ എനർജി കാണാൻ നമുക്ക് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ യൂസ് ചെയ്യാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ അതിനെ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ് മോസ്റ്റ് എനർജറ്റിക് ആയ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. ഇതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. Effect of potential on photocurrent. When negative potential is applied to the collector, only such electrons which have sufficient energy to overcome the negative potential may reach the collector. On making collector more negative, photoelectric
current decreases and becomes zero at or lower than certain negative potential. This minimum negative potential of the collector with respect to the photosensitive surface at which photoelectric current becomes zero is called stopping potential. It is denoted by V0. According to the definition of stopping potential, electron on the surface of the photosensitive surface having maximum velocity V maximum just reaches the collector plate, overcoming stopping potential V0. In the process, the work EV0 done by it is at the cost of its kinetic energy, that is, K E max equals to EV0, 1 by 2 n of V max whole square equals to EV0. The graph of photoelectric current versus ഇനി ഇതിൻ്റെ അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെൻ്റ്, അതായത് ആനോഡ് പൊട്ടൻഷ്യലും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്ത ആ എക്സ്പെരിമെൻ്റ് പല ഇൻറ്റൻസിറ്റിയുള്ള റേഡിയേഷൻസ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെൻ്റ് I1 ഇൻറ്റൻസിറ്റിയുള്ള ഒരു ലൈറ്റ് ഉപയോഗിച്ച് ആനോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്തു. ആനോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആക്കി ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കുറഞ്ഞു വന്ന് 0 ആകുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ഈ സെയിം എക്സ്പെരിമെൻറ്റ് ലൈറ്റിൻ്റെ സോഴ്സ് മാറ്റി മറ്റൊരു ഇൻറ്റൻസിറ്റിയുള്ള സോഴ്സ് ഉപയോഗിച്ച് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ I2 ഇൻറ്റൻസിറ്റിയുള്ള ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു ഫുൾ. എന്നിട്ട് അതിൻ്റെ ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് യൂസ് ചെയ്തപ്പോൾ കിട്ടുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കും. വീണ്ടും ഈ സെയിം എക്സ്പെരിമെൻ്റ് മറ്റൊരു ഇൻറ്റൻസിറ്റിക്ക് യൂസ് ചെയ്ത് എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യം, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് വേരി ചെയ്താലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നില്ല എന്നാണ്. ഈ എക്സ്പെരിമെൻറ്റിലും നമ്മൾ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുക. അപ്പോൾ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് മാത്രം വേരി ചെയ്യിച്ചപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നതായിട്ട് കാണുന്നില്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇതാണ് കിട്ടുന്നൊരു റിസൾട്ട്. ഇപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈ ചെയ്യുന്ന വർക്ക് ഈ V0 എന്ന് പറയുന്നത് മോസ്റ്റ് എനർജറ്റിക് ആയ ഫോട്ടോ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിക്ക് ഈക്വലാണ് എന്നാണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നാണ്. ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ എന്ന ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. Versus the potential of collector with respect to the emitter for different intensities of incident light for a given frequency is as shown in the figure. The graph implies that the saturation photocurrent increases with intensity of light while stopping potential remains same. Thus, stopping potential is independent of intensity of incident light. ഇനി ഹെർട്സ് ലിനാർഡ് ചെയ്ത അടുത്ത എക്സ്പെരിമെൻറ്റിലേക്കാണ് നമ്മൾ പോവുക. അടുത്ത എക്സ്പെരിമെൻറ്റിൽ അവർ ചെയ്തത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്തു. അപ്പോൾ ആദ്യം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള ന്യൂ വൺ ഫ്രീക്വൻസി
ഇവിടെ V1 എന്നാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുക. ന്യൂ1 എന്നോർക്കുക, ഫ്രീക്വൻസിയുടെ സിമ്പിൾ ന്യൂ. അപ്പോൾ ന്യൂ1 ഫ്രീക്വൻസിയിലുള്ള ഒരു റേഡിയേഷൻ യൂസ് ചെയ്തു, ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് യൂസ് ചെയ്തു. അപ്പോൾ സാച്ചുറേഷൻ കറണ്ടിൻ്റെ അളവ് ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടത്തക്ക വിധത്തിൽ. എന്നിട്ട് നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ്, അതായത് ആനോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. ആ എക്സ്പെരിമെൻറ്റ് ഫുൾ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ന്യൂ1 ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ V01 കണ്ടുപിടിക്കും. ഇതേ എക്സ്പെരിമെൻറ്റ് ന്യൂ2 ഫ്രീക്വൻസിയുള്ള, ഇത് ന്യൂ എന്ന് വായിക്കണം കേട്ടോ, ന്യൂ2 ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നു. ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് സാച്ചുറേഷൻ കറണ്ടിൻ്റെ അളവ് പഴയ അത് തന്നെ ആകത്തക്ക വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഫോർ ഫ്രീക്വൻസി ന്യൂ2. എന്നിട്ട് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടി കൂട്ടി കൊടുക്കുക. കറണ്ട് 0 ആകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അത് V02 എന്ന് മെഷർ ചെയ്യുക. അടുത്തത് വീണ്ടും കുറച്ചുകൂടി ഹയർ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇത് ന്യൂ1 എന്നുള്ളത് യെല്ലോ കളറാണെങ്കിൽ ന്യൂ2 ബ്ലൂ കളറാകാം, ന്യൂ3 വയലറ്റ് കളറോ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റോ ഒക്കെ ആകാം. അപ്പം അങ്ങനെ ഫ്രീക്വൻസി കൂടിയ മറ്റൊരു ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ യൂസ് ചെയ്യുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് പഴയ സാച്ചുറേഷൻ കറണ്ട് കിട്ടത്തക്ക വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആനോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുക. ആനോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവായിട്ട് കറണ്ട് ഓരോ സ്റ്റെപ്പിലും മെഷർ ചെയ്യുക. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്നതിന് കറസ്പോണ്ടിങ് ആയ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ V03 കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ മാറുമ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ മാറുന്നതാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓർ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നമുക്കറിയാം കൈനറ്റിക് എനർജിയോട് റിലേറ്റഡ് ആണ്. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു റിസൾട്ട് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ഇതാണ്, ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് മെഷേർഡ് വേരിയിങ് ദ ആനോഡ് പൊട്ടൻഷ്യൽ ആൻഡ് എ ഗ്രാഫ് ഈസ് ഡ്രോൺ ആൻഡ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് മെഷേർഡ് ഫോർ എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. Now this experiment is repeated for different frequencies of incident radiation, keeping the saturation current constant. And കിട്ടിയ റിസൾട്ട് എന്താണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് thus the kinetic energy of photoelectron increases with the frequency of incident radiation. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് പല ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് യൂസ് ചെയ്തു, ഓരോ ഫ്രീക്വൻസിയിലുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഈ ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്നാണ്. അപ്പോൾ ഈ വാല്യൂസ് കിട്ടിയാൽ ഈ വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ഗ്രാഫ് കൂടി വരയ്ക്കാം. ആ ഒരു ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഫ്രീക്വൻസി എക്സ് ആക്സിസിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വൈ ആക്സിസിലും എടുത്ത് നമുക്ക് അടുത്ത ഗ്രാഫ് വരയ്ക്കാം. അന്നേരം നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. കാരണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഈ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാം. ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ ഒറിജിനലല്ല ടച്ച് ചെയ്യുക. ദ ഗ്രാഫ് ടച്ചസ് ദ എക്സ് ആക്സിസ് അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഡിനോട്ടഡ് ബൈ ന്യൂ0. എന്താണ് ഈ ന്യൂ0 എന്ന ഫ്രീക്വൻസിയുടെ പ്രത്യേകത എന്ന് നോക്കുക. ന്യൂ0 എന്ന ഫ്രീക്വൻസിക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആണ്. അത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കേണ്ട. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആകുക അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് 0 ആകുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് കൊടുക്കാതെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 എന്നുള്ള ഒരു വാല്യൂവിൽ എത്തുമ്പോഴേക്കും, അതായത് ആനോഡ് ന്യൂട്രൽ ആകുമ്പോൾ തന്നെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും 0 ആകുന്നു എന്നാണ്. ഇനി ന്യൂ0 താഴെയുള്ള ഫ്രീക്വൻസികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുകയേ ഇല്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ജസ്റ്റ് നടക്കണമെങ്കിൽ
അതായത് സീറോ എനർജിയോടെ എങ്കിലും ഫോട്ടോ ഇലക്ട്രോൺസ് ജസ്റ്റ് എമിറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അതായത് ന്യൂ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ യൂസ് ചെയ്യണം. ഇതിനേക്കാൾ കൂടിയ ഫ്രീക്വൻസിയുള്ള റേഡിയേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ ഉണ്ട്. അതായത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ഫോട്ടോ ഇലക്ട്രോൺസിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് കാരണം അവയ്ക്ക് കൈനറ്റിക് എനർജി ഉണ്ടെന്നാണ്. ഇപ്പോൾ ന്യൂ ഫ്രീക്വൻസിയേക്കാൾ കൂടിയ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പോസിറ്റീവ് കൈനറ്റിക് എനർജിയോടെയാണ് എമിറ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിനർത്ഥം ഇലക്ട്രോൺസ് പോസിറ്റീവ് കൈനറ്റിക് എനർജിയോടെ എമിറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സീറോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോൺസ് സീറോ കൈനറ്റിക് എനർജിയോടെ എമിറ്റ് ചെയ്യുന്നു എന്നാണ്. ഇപ്പം ന്യൂ ഫ്രീക്വൻസിയിൽ റേഡിയേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ജസ്റ്റ് സീറോ എനർജിയോടെ എമിറ്റ് ചെയ്യപ്പെടുന്നു. ന്യൂ കൂടിയ റേഡിയേഷൻ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പോസിറ്റീവ് കൈനറ്റിക് എനർജിയോടെ എമിറ്റ് ചെയ്യുന്നു. അവയെ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കണം. ന്യൂ താഴെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആവുന്നു. എന്ന് പറഞ്ഞാൽ അവയ്ക്ക് കൈനറ്റിക് എനർജിയേ ഇല്ല. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആവുമ്പോൾ തന്നെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സീറോ ആകുന്നു. അതായത് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ ന്യൂ താഴെയാണ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഒരു മെറ്റൽ സർഫസിൽ നിന്ന് നടക്കണമെങ്കിൽ ന്യൂ കൂടിയ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ യൂസ് ചെയ്യണം. അത് ന്യൂ താഴെയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. സോ ദിസ് മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റിക്വയർഡ് ടു ജസ്റ്റ് കോസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു മെറ്റൽ സർഫസിനെ സംബന്ധിച്ചൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു മിനിമം ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വീണാൽ മാത്രമേ ആ ഒരു സർഫസിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയുള്ളൂ. ഇത് കൂടിയ ഫ്രീക്വൻസി ആണെങ്കിൽ കുഴപ്പമില്ല. കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വീണാൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. So what is threshold frequency? It is the minimum frequency of incident radiation required to just cause photoelectric emission. ഇനി നമുക്കറിയാം ഒരു സർഫസിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മിനിമം എനർജിയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ന്യൂ ഫ്രീക്വൻസിയുള്ള ഒരു റേഡിയേഷൻ്റെ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് പ്ലാങ്ക്സ് തിയറി അനുസരിച്ച് h ആണ്. അപ്പോൾ ന്യൂ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ്റെ എനർജി ഫോട്ടോണിൻ്റെ എനർജി h ഒരു മെറ്റൽ സർഫസിൻ്റെ വർക്ക് ഫംഗ്ഷന് ഈക്വൽ ആകുമ്പോഴാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നത്. ഇത് കൂടിയ എനർജിയുള്ള ലൈറ്റ് യൂസ് ചെയ്താൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും. ഇതിൽ കുറഞ്ഞ എനർജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ഇതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. Effect of frequency of incident radiation on stopping potential. The graph of photoelectric current versus potential for different frequencies of incident light is as shown in the figure. It can be seen from the figure that for a given intensity, stopping potential depends on frequency and is thus independent of intensity of light. As the frequency of incident radiation increases, the stopping potential becomes more negative. Also, for a given frequency, maximum saturation current depends on the intensity of light and is thus independent of its frequency. A graph drawn between frequency of incident radiation on x-axis and stopping potential on y-axis for two different metals, A and B, is as shown in the figure.
stopping potential varies linearly with frequency. The x-intercept gives the minimum value of frequency of incident radiation above which only photoelectric effect takes place and is called threshold frequency, mu naught. Laws of photoelectric effect. ഇപ്പോൾ ഈ എക്സ്പെരിമെൻറ്റുകളുടെ റിസൾട്ടുകളാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ്റെ ലോസ് ആയിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ലോസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. 1. The maximum kinetic energy of photon electron depends on the frequency of incident light and not on its intensity. 2. The number of photoelectrons or saturation current increases with increase in intensity of incident light, whereas stopping potential is independent of intensity. 3. For given photosensitive surface, the frequency of the incident light should be more than certain minimum value called threshold frequency, mu naught, above which photoelectric takes place. The value of mu naught depends on the type of the metal. 4. The phenomenon of photoemission is instantaneous. That is, there is no time lag between the onset of photon and emission of electron. Within 10 power minus 9 seconds after light is incident, photoelectrons are emitted. ഈ ലോസ് നമുക്കൊന്നുകൂടി പഠിക്കാം. നിങ്ങളിത് നോട്ട്ബുക്കിലേക്ക് എഴുതി ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പഠിക്കേണ്ടത്. ഒന്നാമത്തെ ലോ, the number of photoelectrons emitted and hence the photoelectric current is directly proportional to the intensity of incident radiation. ഇത് നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയതാണ്. ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഒന്നുകൂടെ നോക്കി നിങ്ങളിത് മനസ്സിലാക്കുക. രണ്ടാമത്തത്, the kinetic energy of free electrons or photoelectrons, ഫ്രീ എന്നല്ല ഫോട്ടോ എന്നാണ് വേണ്ടത് കേട്ടോ. Photoelectrons is independent of intensity of radiation. സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് നമ്മൾ പല ഇൻറ്റൻസിറ്റി ഉള്ള റേഡിയേഷന് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നില്ല, ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന്. അപ്പോൾ ഇൻറ്റൻസിറ്റി മാറിയാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല, അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസും മാറുന്നില്ല. അപ്പോൾ സെക്കൻഡ് ലോ ഇതാണ്, ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതിൻ്റെ ബാക്കി ഇനി അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഫ്രീക്വൻസി മാറ്റി എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ കണ്ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. അപ്പോൾ കൈനറ്റിക് എനർജിയും അതുപോലെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. സോ ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഇതാണ് രണ്ടാമത്തെ ലോ. ഇനി മൂന്നാമത്തത്, ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു മിനിമം ഫ്രീക്വൻസി വേണം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാൻ ഒരു മെറ്റൽ സർഫസിൽ നിന്ന്. ഈ മിനിമം ഫ്രീക്വൻസിയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് തേർഡ് ലോ. എ മിനിമം ഫ്രീക്വൻസി കോൾഡ് എ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് റിക്വയർഡ് ടു ജസ്റ്റ് കോസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫ്രം എ മെറ്റൽ സർഫസ്. നാലാമത്തത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ്സ് എന്നുള്ളതാണ്. അതായത് ലൈറ്റ് വന്ന് വീഴുമ്പോൾ തന്നെ അവിടുന്ന് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. ഫോട്ടോൺ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയവും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്ന സമയവും തമ്മിലുള്ള ടൈം ലാഗ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. അത് ഏകദേശം 10⁻⁻⁹ സെക്കൻഡ്സ് ആണ്. ഇതാണ് ലോഡ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നും അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സും ലോസുമാണ് കണ്ടത്. ഈ ഓരോ എക്സ്പെരിമെൻറ്റുകളും അവയുടെ റിസൾട്ട്സും അതുപോലെ ലോസും കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. നോട്ട്സ് എഴുതി പഠിക്കുക. താങ്ക് യു.